ബുധനാഴ്ച രാത്രി 9 മണിക്ക് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്ന് സമൂഹ മാധ്യമം വഴി ബംഗ്ലാദേശ് പൗരന്മാരെ അഭിസംബോധന ചെയ്യുന്നു. എന്നാൽ ഏറെ വൈകാതെ ബംഗ്ലാദേശിലെ ധാക്കയിൽ ആയിരക്കണക്കിന് ആളുകൾ JCBയും ക്രെയിനും അടങ്ങുന്ന സകല സന്നാഹങ്ങളുമായി ഹസീനയുടെ കുടുംബ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു. അടങ്ങാത്ത പകയെന്നോണം കയ്യിൽ കിട്ടിയ സകല ആയുധങ്ങളും കൊണ്ട് അവർ ആ വീട് ഇടിച്ചു നിരത്തുന്നു. കഴിഞ്ഞ വർഷം ഹസീനയുടെ 16 വർഷത്തെ അവാമി ലീഗ് ഭരണം അട്ടിമറിക്കപ്പെട്ടപ്പോഴും ധൻമോണ്ടിയിലെ ഈ വസതി കയ്യേറ്റം ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിതയ്ക്ക് ഓടി ഒളിക്കുക മാത്രമായിരുന്നു പോംവഴി. അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഛത്ര ലീഗ് സംഘടിപ്പിച്ച പ്രസംഗത്തിലാണ് ഹസീന നിലവിലെ ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ ജീവൻ പണയപ്പെടുത്തി നമ്മൾ നേടിയെടുത്ത ദേശീയ പതാക, ഭരണഘടന, സ്വാതന്ത്ര്യം എന്നിവ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ലെന്ന് ഹസീന പറഞ്ഞു. അവർക്കൊരു കെട്ടിടം തകർക്കാൻ കഴിയും, പക്ഷെ ചരിത്രത്തെ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു തീരുന്നിടത്ത് കലാപകാരികൾ ബംഗ്ലാദേശ് രാഷ്ട്രപിതാവും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ വസതിയും തീയിട്ട് നശിപ്പിച്ചു. ബംഗ്ലാദേശ് ചരിത്രത്തിലെ ഒരു ഐക്കോണിക് ചിഹ്നമായിരുന്നു മുജീബ് റഹ്മാന്റെ വസതി. ഷെയ്ഖ് മുജീബ് പതിറ്റാണ്ടുകളായി സ്വയംഭരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഈ വീട്ടിലായിരുന്നു. അവാമി ലീഗ് ഭരണകാലത്ത് ഇതൊരു മ്യൂസിയമാക്കി മാറ്റിയിരുന്നു. രാജ്യം നഷ്ടപ്പെട്ട്, അധികാരം നഷ്ടപ്പെട്ട്, അവസാനം സ്വന്തം വീടും നഷ്ടപ്പെട്ട് ആ ഉരുക്കു വനിത പറഞ്ഞവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ ഓർക്കുക, ചരിത്രം പ്രതികാരം ചെയ്യും.